നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെതാണ്. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ഈ ക്ലാസ് നന്നായിട്ട് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്ക് 2024 ഫെബ്രുവരിയിൽ സാക്ഷരതാ മിഷൻ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സ് പച്ച മലയാളം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്ക് 2024 ഫെബ്രുവരിയിൽ സാക്ഷരതാ മിഷൻ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സ് പച്ച മലയാളം. 2024 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ക്യാംലെറ്റ് വർഷം. അന്താരാഷ്ട്ര ക്യാംലെറ്റ് വർഷമാണ് 2024. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവന്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2024 ഓഗസ്റ്റിൽ മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി വികസിപ്പിച്ച റോബോട്ടിന്റെ പേര് പ്ലൂട്ടോ. 2024 ഓഗസ്റ്റിൽ മസ്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി വികസിപ്പിച്ച റോബോട്ടിന്റെ പേരാണ് പ്ലൂട്ടോ. 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനമാണ് ഗോവ. 38ാമത് ഉത്തരാഖണ്ഡിലാണ്. 37ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗോവയിലാണ്. 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യത്തെ വനിത പ്രീതി രജൻ. ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത പ്രീതി രജൻ. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? നാഗ്പൂർ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ക്രൂയിസ് കപ്പൽ MV ഗംഗാവിലാസ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ക്രൂയിസ് കപ്പലാണ് MV ഗംഗാവിലാസ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം ആട്ടം എന്ന മലയാള ചലച്ചിത്രത്തിനാണ്. സംവിധായകൻ ആനന്ദ് ഏകർഷി. ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മികച്ച ചിത്രമാണ് ആട്ടം എന്ന മലയാള ചലച്ചിത്രം. 65 വയസ്സിന്മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി വയോമിത്രം. 65 വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വയോമിത്രം. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 6. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ജെനി എർപ്പൻ ബെക്ക്, ജർമ്മനി. ജർമ്മനിയുടെ ജെനി എർപ്പൻ ബെക്കിനാണ് 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ലഭിച്ച ആർക്കാണ്? ജെനി എർപ്പൻ ബെക്ക്. 2024 പ്രഖ്യാപിച്ച 54ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച മികച്ച സിനിമയാണ് കാതൽ ദ കോർ. സംവിധാനം ജിയോ ബേബി. മികച്ച സംവിധായകൻ ബ്ലെസ്സിയാണ് ആടുജീവിതം. നല്ല നടൻ പൃഥ്വിരാജാണ് ആടുജീവിതം. അപ്പോൾ 2024 പ്രഖ്യാപിച്ച 54ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച മികച്ച സിനിമയാണ് കാതൽ ദ കോർ. സംവിധാനം ജിയോ ബേബിയാണ്. മികച്ച സംവിധായകൻ ബ്ലെസ്സിയാണ്. ആടുജീവിതത്തിനാണ്. നല്ല നടൻ പൃഥ്വിരാജാണ് ആടുജീവിതത്തിലെ അഭിനയത്തിന്. 2024 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ബ്രസീൽ. 2023 ഇന്ത്യയായിരുന്നു. 2023 G20 ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ്. 2024 ബ്രസീലിലാണ്. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക. ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക എന്നുള്ളതാണ് 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ്.
66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ്. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയത് PR ശ്രീജേഷ് ആണ്. ഇന്ത്യ ആസിയാൻ ടൂറിസം വർഷമായി ആഘോഷിക്കുന്നത് ഏത് വർഷമാണ്? 2005. അപ്പോൾ 2005 ഇന്ത്യ ആസിയാൻ ടൂറിസം വർഷമായിട്ട് ആഘോഷിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ? വിജയ് കിഷോർ രഹത്കർ. അടിയന്തരാവസ്ഥയുടെ ദിനങ്ങൾ ഓർമ്മിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഹത്യ ദിനമായി പ്രഖ്യാപിച്ചത് എന്ന്? ജൂൺ 25. അടിയന്തരാവസ്ഥയുടെ ദിനങ്ങൾ ഓർമ്മിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഭരണഹത്യാ ദിനമായി പ്രഖ്യാപിച്ചത് ജൂൺ 25. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗത്തിന് വേദിയായത് എവിടെ? ന്യൂഡൽഹി. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗത്തിന് വേദിയായത് ന്യൂഡൽഹി. 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരമാണ്. 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് എവിടെയാണ്? തിരുവനന്തപുരം. 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ ഉറുദു കവിയായ ഗുൽസാറിനും രാംഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതൻ. അപ്പോൾ 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉറുദു കവിയായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യക്കുമാണ്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ കിരീടം നേടിയത് ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. അപ്പോൾ 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ കിരീടം നേടിയത് ആരാണ്? ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. 2024 ജൂണിൽ G7 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇറ്റലിയിൽ. 50ാമത് G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയിലാണ്. അപ്പോൾ 2024 ജൂണിൽ നടന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇറ്റലി. 49ാമത്തെ വേദി ജപ്പാനിലെ ഹിരോഷിമയിലായിരുന്നു. 49ാമത്തെ നടന്നത്. അപ്പോൾ 2024 50ാമത് G7 ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഇറ്റലിയിലാണ്. 49ാമത് എവിടെയായിരുന്നു? ജപ്പാനിലെ ഹിരോഷിമയിലായിരുന്നു. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന്? 2024 ജൂലൈ 2 ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത്. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് 2024 ജൂലൈ 2. 18ാമത് ലോകസഭാ സ്പീക്കർ ഓം ബിർള. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് MK സാനുവാണ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് MK സാനു. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനാരാണ്? കിഷോർ മക്വാന. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗലാണ്. പോർച്ചുഗലിന്റെ തലസ്ഥാനം ഏതാണ്? ലിസ്ബൺ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ്? പോർച്ചുഗൽ. അപ്പോൾ പോർച്ചുഗലിന്റെ ബഹുമതിയാണ് ഏത്? സിറ്റി കീ ഓഫ് ഓണർ. ഇത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകി ആദരിച്ചു. പോർച്ചുഗലിന്റെ തലസ്ഥാനം ഏതാണ്? ലിസ്ബൺ. മിതാദൽ, ത്രിഗാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത പുരാവസ്തു സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം? മിതാദൽ, ത്രിഗാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത പുരാവസ്തു സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഹരിയാന. ഗണിതശാസ്ത്ര മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. ആബേൽ പുരസ്കാരം 2025 നേടിയ ഗണിതശാസ്ത്രജ്ഞൻ മസാക്കി കഷിവാര, ജപ്പാൻ. മസാക്കി കഷിവാര, ജപ്പാൻ. ഗണിതശാസ്ത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. ഈ ആബേൽ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? ജപ്പാനിന്റെ മസാക്കി കഷിവാരയ്ക്കാണ്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് സ്പെക്ട്രം. കര വ്യോമസേനകൾക്കായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ പ്രചണ്ഡ്. കരവ്യോമസേനകൾക്കായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററിന്റെ പേരെന്താണ്? പ്രചണ്ഡ്.
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രശസ്തമായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രശസ്തമായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. 300 കോടി ക്ലബിലെത്തുന്ന ആദ്യത്തെ മലയാള ചിത്രം എമ്പുരാൻ. 300 കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള ചിത്രം ഏതാണ്? എമ്പുരാൻ. ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി അജയ് സേത്. ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആവുന്നത് ജസ്റ്റിസ് BR ഗവായി. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആവുന്നത് ആരാണ്? ജസ്റ്റിസ് BR ഗവായി. ലോക ഭൗമ ദിനം എന്നാണ്? ഏപ്രിൽ 22. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. 2025 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത് നിധി തിവാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയത് ആരാണ്? നിധി തിവാരി. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ സംസ്ഥാനം ഹരിയാനയാണ്. കേരളം 13ാം സ്ഥാനത്താണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഹരിയാന. കേരളം എത്രാമതാണ്? 13ാം സ്ഥാനത്താണ്. 2025 ഏപ്രിൽ അന്തരിച്ച കഥക് നർത്തകി കുമുദിനി ലാഖിയ. കുമുദിനി ലാഖിയ. അപ്പോൾ കുമുദിനി ലാഖിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക്. കുമുദിനി ലാഖിയ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക്. 2025 ഏപ്രിൽ അന്തരിച്ച കഥക് നർത്തകിയാണ് കുമുദിനി ലാഖിയ. 2025 ഏപ്രിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദാരിപ്പള്ളി രാമയ്യ. ദാരിപ്പള്ളി രാമയ്യ. 2025 ഏപ്രിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദാരിപ്പള്ളി രാമയ്യ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ കാറുഡുക്കയിലാണ്. കാറുഡുക്കയിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയത്. എവിടെയാണ് കാറുഡുക്ക? കാസർഗോഡ് ജില്ലയിലാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതാണ് 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. എന്നാണ് ലോക ആരോഗ്യ ദിനം? ഏപ്രിൽ 7. രാഷ്ട്രപതി ദ്രൗപദി മുർമു വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് എന്നാണ്? 2025 ഏപ്രിൽ 5. രാഷ്ട്രപതി ദ്രൗപദി മുർമു വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയതെന്നാണ്? 2025 ഏപ്രിൽ 5-നാണ്. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്കാണ്? കെ അരവിന്ദാക്ഷൻ, നോവൽ ഗോവ. രാഷ്ട്രപതി ദ്രൗപദി മുർമു വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയതെന്നാണ്? 2025 ഏപ്രിൽ 5-നാണ്. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ, നോവൽ ഗോവ. കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണർ. കേരള വ്യവസായ മന്ത്രി പി രാജീവ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര? 14. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. എന്നാണ്? 2024 ജൂൺ 23. 2024 ജൂൺ 23-നാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോടാണ്. 2024 ജൂൺ 23-നാണ്. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേരള മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ മന്ത്രി ആര്? സജി ചെറിയാൻ. കേരള മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി എ ജയതിലക്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലക്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര.
കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു. കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു. അപ്പോൾ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി A ജയതിലക്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? സാറ ജോസഫ്. 2025 ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം നിലമ്പൂർ. 2025 ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ്? നിലമ്പൂർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? 2025 മെയ് 2-നാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2-നാണ്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് പറയാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ശുഭാംശു ശുക്ല. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 2025 പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള വ്യവസായ മന്ത്രി P രാജീവ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി. ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 14. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് 2025 ഏപ്രിൽ 5. 2024 54ാമത് ഓടക്കുഴ അവാർഡ് K അരവിന്ദാഷിന്. നോവൽ ഗോപ. 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. കേരള മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ മന്ത്രി ആര്? സജി ചെറിയാൻ. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി A ജയതിലക്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. 2025 ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം നിലമ്പൂർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2-നാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് പഠിച്ചു വെക്കുവാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്